തമിഴ് സിനിമയിൽ നമ്മൾ പൊതുവേ കാണുന്ന പാസം ലേശം കൂടുതലുള്ള ടൈപ്പ് മെലോഡ്രാമ പടങ്ങളെ അവിടെ വിളിക്കുന്നത് ബി ആൻഡ് സി സെൻട്രൽ സിനിമകൾ എന്നാണ്. ഏറ്റവും വലിയ താരങ്ങൾ വരെ ആ ഒരു മാർക്കറ്റിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ആ സൈസ് സിനിമകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. റൂറൽ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഇപ്പോഴും പഴയ കോമഡി, പാട്ട്, ആക്ഷൻ, സെന്റിമെന്റ്സ് എന്ന ഫോർമുല ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ നോക്കുന്ന സിനിമകളാണ് ഈ പറഞ്ഞ പടങ്ങൾ. അത്തരം സിനിമകളുടെ ഫോർമാറ്റിനെ ഒരു വലിയ താരം ഇല്ലാതെ ഒരു സിനിമയിൽ കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാകും? അതുപോലത്തെ ഒരു അനുഭവമാണ് തായ് കിഴവി എന്ന പുതിയ സിനിമ കാണുമ്പോൾ കിട്ടുന്നത്. താൻ പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം സിനിമയുടെ അവസാനത്തെ 15 മിനിറ്റിൽ ഡയലോഗുകളിലൂടെ സംവിധായകൻ ശിവകുമാർ മുരുകേശൻ പറയുന്നുണ്ട്. പക്ഷെ അവിടം വരെ ഒന്ന് എത്തിക്കിട്ടാൻ കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കിയതുപോലത്തെ ഒരുപാട് കോമഡികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. പൗനുത്തായി എന്ന മുതിർന്ന സ്ത്രീയാണ് നമ്മുടെ പ്രധാന കഥാപാത്രം. അവരുടെ വീട് ഭരിക്കുന്നത് അവർ തന്നെയാണ്. അവരുടെ ആൺമക്കളുമായിട്ട് അവർ അത്ര സ്വരച്ചേർച്ചയിലല്ല പോകുന്നത്. ആകപ്പാടെയുള്ള ഒരു മകൾ ഭർത്താവുമായി വേർപിരിഞ്ഞ് പൗനുത്തായിയുടെ കൂടെയാണ് താമസിക്കുന്നത്. പലിശയ്ക്ക് പണം കൊടുക്കുന്ന പരിപാടി പുള്ളിക്കാരിക്ക് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പലിശ പിരിക്കാൻ ഇറങ്ങും. അത് കാരണം ഗ്രാമവാസികൾക്ക് കിളവിയെ അത്ര ഇഷ്ടമല്ല. സോ ഇങ്ങനെയുള്ള പൗനുത്തായിക്ക് പെട്ടെന്നൊരു ആരോഗ്യ പ്രശ്നം വരുന്നതും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഈ സിനിമയുടെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്ന സാധനം സാമാന്യം ഇൻട്രസ്റ്റിംഗ് ആണ്. പഴഞ്ചൻ മെന്റാലിറ്റി ഉള്ള ഒരാളായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്ന ഒരു കഥാപാത്രത്തെ കൊണ്ട് സ്ത്രീകൾക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന സംഭവമാണ് ശിവകുമാർ മുരുകേശൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സിനിമ അവസാനിക്കുന്ന ഭാഗത്ത് പൗനുത്തായി പറയുന്ന ഒരു സംഗതിയുണ്ട്. ഞാൻ എൻ്റെ 60-ാം വയസ്സിൽ നേടിയതും മനസ്സിലാക്കിയതും എൻ്റെ മകൾ 30-ാം വയസ്സിൽ സാധിച്ചിട്ടുണ്ട്. കൊച്ചുമകൾ ഒരുപക്ഷെ അതൊരു 18 വയസ്സാകുമ്പോഴേക്കും സാധിക്കുമായിരിക്കും. അങ്ങനെ മുന്നോട്ട് പോയി ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവൾക്ക് അവളുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്ന ബോധ്യമുള്ളൊരു സമൂഹത്തിലേക്ക് നമ്മൾ എത്തുമായിരിക്കുമെന്ന്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഫോർമുല സിനിമകൾ ആസ്വദിക്കുന്നവരുടെ ഫോർമാറ്റിൽ ഈ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഉപദേശം പറയുന്നത് ഈ സിനിമയെ സതുദ്ദേശമുള്ള ഒരു പടമാക്കി മാറ്റുന്നുണ്ട്. പക്ഷെ അവിടം വരെ എത്താൻ വേണ്ടിയിട്ട് വലിച്ചു നീട്ടിയ ഓവറാക്കുന്ന തരം കോമഡികളുടെ ഒരു ഘോഷയാത്രയിലൂടെ നമ്മൾ കടന്നു പോകണം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പാണ്ഡ്യരാജനെ പോലെയുള്ള സംവിധായകർ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകൾ കണ്ടിട്ട് നിങ്ങൾക്ക് കോമഡി സീനിൽ ചിരിയും സെന്റിമെന്റ്സ് വരുമ്പോൾ കരച്ചിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പടത്തിലെ നടുഭാഗത്തുള്ള കോമഡിയും ഡ്രാമയും വർക്കാകും. കേന്ദ്ര കഥാപാത്രത്തെ ആദ്യത്തെ 15-20 മിനിറ്റ് എടുത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം സിനിമ ഏതാണ്ട് ഒരു ഫ്യൂണറൽ കോമഡി സ്വഭാവത്തിലേക്ക് പോവുകയാണ്. സ്വത്തിന് പുറകെയുള്ള ആളുകളുടെ ഒബ്സഷനെ സറ്റാരിക്കലായിട്ട് പരിഹസിക്കാനാണ് സംവിധായകൻ അവിടെ ശ്രമിക്കുന്നത്. പക്ഷേ പലതിനും ഒരു സ്കിറ്റ് കോമഡി സ്വഭാവമാണുള്ളത്. ഏറെക്കുറെ എല്ലാ കഥാപാത്രങ്ങളും കാരിക്കേച്ചറുകളാണ്. അങ്ങനെയുള്ള കാരിക്കേച്ചർ കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ ക്വേക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പല സ്ഥലത്തും കോമഡി അവർ ഉണ്ടാക്കുന്നത്. പൗനുത്തായിയുടെ മൂത്ത മകൻ കമൽഹാസന്റെ ആരാധകനാണ്. അപ്പോൾ ആ വഴി കുറെ കമൽ രജനി കോമഡികൾ വരുന്നുണ്ട്. രണ്ടാമത്തെ മകന് കാശാണ് പ്രധാനം. മൂന്നാമത്തെ മകൻ മാല കെട്ടാൻ അറിയാത്ത പൂക്കട നടത്തുന്ന ഒരു കഥാപാത്രമാണ്. അങ്ങനെ ആ വഴിക്കും കുറച്ച് കോമഡിയായി. കള്ളുകുടിയനായ ഒരു കഥാപാത്രത്തെ വെച്ചിട്ട് സമൂഹത്തിന്റെ അന്ധഭക്തിയെ പരിഹസിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പടത്തിന്റെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അതിന്റെ ടോൺ അങ്ങോട്ട് മാറുന്ന രീതിയിൽ ബാലശരവണൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം മാറുന്നുണ്ട്. ഓൾമോസ്റ്റ് വെറുപ്പിക്കലാകുന്ന കോമഡികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ ഒന്നും പെടാത്ത രീതിയിൽ കയറി വരുന്നത് പോലെ ഉണ്ടായിരുന്നു ആ സീനൊക്കെ. എടുത്തൊഴിവാക്കിയാൽ കഥാഗതിയെ യാതൊരു വിധത്തിലും ബാധിക്കാത്ത തരം കുറേ സീനുകളും കോമഡികളുമാണ് ഈ സിനിമയുടെ ഏതാണ്ട് 80% എന്ന് വേണമെങ്കിൽ പറയാം. പൗനുത്തായി എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് രാധിക ശരത് കുമാറാണ്. പ്രോസ്തറ്റിക്സിന്റെ സഹായത്തോടെയുള്ള അവരുടെ ഇതിലെ മേക്കപ്പ് ഗംഭീരമാണ്. ഡയലോഗ് ഡെലിവറിയിൽ ആ ഒരു റഫ്നെസ് കൊണ്ടുവരുന്നത് കൊണ്ട് പെർഫോമൻസും വളരെ സ്വാഭാവികമായിട്ട് തോന്നുന്നുണ്ട്. പടത്തിന്റെ ആദ്യത്തെ 20 മിനിറ്റിലും അവസാനത്തെ 20 മിനിറ്റിലും മാത്രമേ പുള്ളിക്കാരി ആക്റ്റീവായിട്ടുള്ളൂ എങ്കിലും ഒരു ഇമ്പാക്ട് ആ ഒരു സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ രാധിക ശരത് കുമാറിന് സാധിക്കുന്നുണ്ട്. തന്റെ പ്രത്യേകതരം ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് കുറച്ചൊക്കെ ഹ്യൂമർ ക്രാക്ക് ചെയ്യാൻ സിംഗം പുലിക്ക് സാധിക്കുന്നുണ്ട്. അരുൾദോസാണ് രണ്ടാമത്തെ മകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ബാലശരവണന് സ്വന്തം സോണിലുള്ള തമാശകൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന തരം ഒരു ക്യാരക്ടറാണ് പടത്തിൽ ലഭിച്ചിട്ടുള്ളത്. മൊത്തം കഥയുടെ ഒരു ആർക്ക് നോക്കുന്ന സമയത്ത് മുനിഷ്കാന്ത് അവതരിപ്പിച്ചിട്ടുള്ള ക്യാരക്ടറിന് സിനിമയിൽ ഒരു പർപ്പസ് ഉണ്ടെങ്കിലും കോമഡി ആയാലും ഡ്രാമയായാലും വല്ലാതെ ഓവറാക്കുന്ന രീതിയിലാണ് ആ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പൗനുത്തായിയോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന മറ്റൊരു കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് റേച്ചൽ റബേക്കയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആവശ്യമാണ് എന്നതിനെക്കുറിച്ച് പൗനുത്തായി സംസാരിക്കുന്ന ഭാഗം മിക്കവാറും ഈ സിനിമയുടെ OTT റിലീസ് കഴിഞ്ഞാൽ ട്രെൻഡിങ് റീലാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷെ സിനിമ ആകെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു നല്ല 15 മിനിറ്റ് ഭാഗം കാണാൻ വേണ്ടി 2-2.5 മണിക്കൂർ അവിടെയും ഇവിടെയും മാത്രം നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു ബഹളം കണ്ടു തീർക്കുന്ന ഫീലാണ്. സെയോൻ എന്ന ശിവകാർത്തികേയന്റെ അടുത്ത സിനിമ സംവിധാനം ചെയ്യുന്നത് ശിവകുമാർ മുരുകേശനാണ്. പുറത്തു വന്നിട്ടുള്ള പ്രൊമോ മെറ്റീരിയലുകൾ കാണുമ്പോൾ അതും ഒരു വില്ലേജ് ഡ്രാമയാണെന്നാണ് തോന്നുന്നത്. ഈ പടം പോലെ ഒരു ബോധവൽക്കരണ ക്ലാസ് ആവാതെ രസകരമായി കഥ പറയുക എന്നൊരു കാര്യത്തിലേക്ക് ആ സിനിമ കൂടുതൽ ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്